ഏത് ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അടുത്തയാഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കാര്യം അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയല്ലേ. വിശദ പരിശോധന നടത്തിയ കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ. ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി എന്ന് ആരും ധരിച്ചിരിക്കണ്ട. ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവമൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ഉണ്ട്. അല്ല, നിങ്ങളിപ്പോൾ അതിൻ്റെ വൈദഗ്ധ്യം ഏറ്റെടുക്കേണ്ടതെന്ന്. അത് അവൻ്റെ അതിൻ്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. തീർച്ചയായും അസ്വാഭാവികമായൊരു നടപടിയാണത്. അത് സാധാരണഗതിയിൽ ഒരു RSSകാരൻ സംഘടിപ്പിക്കുന്നൊരു പരിപാടി പോലെ ആയിപ്പോയി. അതങ്ങനെ നമ്മുടെ ഗവർണർ മാറാൻ പാടില്ലായിരുന്നു. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സാധാരണഗതിയിൽ നമ്മുടെ വൈദ്യുതി മേഖലയിൽ വരേണ്ട സമഗ്രമായ പരിഷ്കരണമാണ്. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായിട്ടടക്കം ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ആ പദ്ധതി ഏതായാലും ഉപേക്ഷിച്ചിട്ടില്ല. അത് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കേട്ടിട്ടുള്ള വിവരം അത് വലിയ താമസം വരില്ല എന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഹരിക്കാനാകുമെന്നാണ്. മറ്റു കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത മാസം ആദ്യം ഗഡ്കരിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ ചർച്ചയിൽ കൂടെ തീരുമാനിക്കാം നമുക്ക്. അത്തരം നടപടികൾ എന്താണെന്ന് ചർച്ച ചെയ്ത് നോക്കാമല്ലോ. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ അത്തരം കാര്യങ്ങൾ. അത്തരമൊരു നിയമോപദേശമില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ക്ലെയിമുകൾ ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലാണ്. അതിനാണ് പ്രാധാന്യം ആദ്യം കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ മുഴുവൻ ശ്രദ്ധയും അതിനാണ് നൽകേണ്ടത് എന്നുള്ളതാണ് വിദഗ്ധാഭിപ്രായം വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.